നമസ്കാരം സുഹൃത്തുക്കളെ, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 23ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് 2021-26 23ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തി കേട്ടോ. LGS ലെവൽ എക്സാം ആണ്, പ്രിലിംസും മെയിൻസും. അതിൽ 202/23 ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തോട്ടാ. നല്ല മാർക്ക് കിട്ടും. കാരണം റിപ്പീറ്റേഷൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരും. ആ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അതായത് ISROന്റെ അധികാരിയായിട്ട് 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇവിടെ സോമനാഥാണ്, ഇപ്പൊ നാരായണനാണ് അല്ലെ. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരാണ് ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ. അതെങ്ങനെയാണ് തന്ത്രം? ഏതാണ്? വിപണനമാണ് കേട്ടോ. ഏതാണ്? വിപണനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റെതാണ്? അത് ചൈനയുടേതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം പരിസ്ഥിതിയാണ്. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മിതാലി രാജ്. 2021 ഇവിടെ ജ്ഞാനപീഠം അവാർഡ്. ഇത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ദാമോദർ മൗസാണ്. കറണ്ട് അഫെയറിൽ നമ്മളിപ്പോൾ പുതിയൊരു സീരീസ് 30 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 30 ഡേയ്സ് ചാലഞ്ചിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റിലാണ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? ഫെബ്രുവരി 28. ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അവിടെ 2021 കേട്ടോ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തെറ്റുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ കരാതിർത്തി ഇന്ത്യ പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം. ഇന്ത്യയേക്കാൾ വിസ്തൃതി കൂടുതലുള്ള രാജ്യം ബ്രസീലാണ്. ഇന്ത്യയുടെ ഉപദ്വീപ് പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉപദ്വീപ് പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ശുദ്ധജല തടാകം അല്ലാത്തത് സാംഭാർ തടാകമാണ്. ഇത് ഒരു ലവണ തടാകമാണ് കേട്ടോ, സാമ്പാർ. അപ്പോൾ ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ് വൂളാറ്, ദാല് ഒഴുകുന്ന തടാകമാണ് അല്ലെ. ലോക്തക് തടാകത്തിൽ ദാൽ തടാകം, പിന്നെ ലോക്തക് തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായി ഇന്ത്യയിലെ ഉരുമ്പുരുക്ക് നിർമ്മാണശാല. ജർമ്മനിയുടേത് ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. ജർമ്മനി റൂർക്കേല കേട്ടോ. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ബിലായി റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. ബൊക്കാറോയും ഏതാണ്? ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ ഛത്തീസ്ഗഡിലാണ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബന്ധിപ്പിക്കുന്നത്? സാദിയ, ദുബ്രി, അതായത് ബ്രഹ്മപുത്ര നദിയിൽ. ഇപ്പൊ നമ്മൾ 18 ക്വസ്റ്റ്യൻ പഠിച്ച ഈ 18 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ടാവും? അപ്പൊ നമ്മളിപ്പോ 23ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ 22 ക്വസ്റ്റ്യനിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ടാവും? ഈ 18 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും ഇത് തന്നെയായിരിക്കും അടുത്ത പ്രിലിംസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. നറോറ ആണവ ഊർജ്ജ നിലയം, നറോറ, ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേതാണ്?
തെറ്റ് ഡി ആണ്. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ന്യായവാദത്തിന് അർഹമാണ്. കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളെ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ സാധിക്കും. ഗവൺമെന്റിന്റെ എല്ലാ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ആന, കാള, സിംഹം, കുതിര. കേട്ടോ, ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ സ്വത്തവകാശം എന്തല്ല? മൗലിക അവകാശമല്ല, നിയമാവകാശമാണ്. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇത് കണ്ടതാണ്? 1947 ജൂലൈ മാസം 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത മാഡം ബികാജി കാമ. ഞാനൊരു ഉറപ്പ് തരികയാണ്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര ദിവസം എക്സാമിന്? കുറച്ച് ദിവസം എക്സാമിന് ഉണ്ട് അല്ലേ? ഒരു 38ഓളം ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് LGS ലെവല് 2021 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും തീർത്തു തരാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തരുന്ന ഉറപ്പാണ്. 2021 മുതൽ 26 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊരു ക്വസ്റ്റ്യനും 21 to 26 എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് വരെയുള്ള LGS ലെവലിൽ പ്രിലിംസ് എക്സാമിന്റെയും മെയിൻസ് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും തെറ്റ് വരാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഓക്കെ ആകണം. ഒന്ന്. അതേപോലെ 30 ഡേയ്സ് ചാലഞ്ച് ഞാനിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളും തരുന്ന കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കിക്കോ. ആ 30 ദിവസം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറും പെർഫെക്റ്റ് ആക്കുക. 30 ഡേയ്സ് ചാലഞ്ചിൽ തരുന്ന കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കുക. പ്രിലിംസ് അടിച്ചിരിക്കും. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇത് എത്ര പ്രാവശ്യം പഠിച്ചതാണ്? ഏതാണ്? വയനാട് അല്ലേ? ഇടുക്കിയും വയനാടും എന്തില്ല? റെയിൽവേ ഇല്ല. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത, കേരളത്തിലെ NW3. ഇതൊക്കെ എത്രമാത്രം ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കുന്നത്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിബായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഞാൻ സ്പീഡ് പോണത് ഇത് ഞാൻ 23 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇത് ഫുള്ള് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചതാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനം. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ എപ്പോഴാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്? 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായിട്ട് ആരംഭിച്ചത് മീററ്റ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതൊക്കെ പഠിച്ചതാണ്. വടക്ക് കിഴക്കൻ ഏതാണ്? തുലാവർഷമാണ്. എങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇടവപ്പാതി. തെക്ക് പടിഞ്ഞാറൻ. ഇപ്പൊ ഏത് മൺസൂണാണ് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ? തെക്ക് പടിഞ്ഞാറനാണ് അല്ലെ? ഇടവപ്പാതിയാണ്. ഇത് ഇനി വടക്ക് കിഴക്കനാകുമ്പോൾ അത് എന്താകും? തുലാവർഷമായിട്ട് മാറും. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ആരാണ്? അംശി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലുതേതാ? ഏതാണ്? ആദ്യം പാലക്കാടായിരുന്നു അല്ലെ? ഇപ്പൊ ഇടുക്കിയാണ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആരംഭിച്ച വർഷം 1861. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി പയ്യന്നൂര്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്കറിയാം. എലിപ്പനി ബാക്ടീരിയ രോഗമാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ചാലഞ്ചിൽ പഠിച്ചതാണ്. ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണമാണ് എലിപ്പനി. 4 വരുന്ന ഓപ്ഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റുക കേട്ടോ. 4 വരുന്നതൊക്കെ മാറ്റുക. പിന്നെ ഏതാണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്?
ആൻസർ ഈസ് ബി ആണ്. 1ഉം 3ഉമാണ്. ക്ഷയം ആൻഡ് ചിക്കൻ പോക്സ് ആണ് എന്ത് വരുന്നത്? വായുവിലൂടെ പകരുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ഞാൻ പറഞ്ഞു കായും വന്നു കഴിഞ്ഞാൽ കടിച്ച് കീറാൻ അടുത്ത കാ തന്നെ ആയിരിക്കണം കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ അല്ലെങ്കിൽ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ആർക്കാണ്? ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? ഭൂമിക ആണ്. ഭൂമിക. ഞാൻ അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ റിപ്പീറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ എത്തുമ്പോൾ സ്ട്രെസ് ചെയ്ത് പറയും. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക, റിവിഷൻ ചെയ്യുക. സ്കർവി ഏത് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈറ്റമിൻ സി ആണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? നെല്ല്. ഏതാണ് സങ്കര ഇനം അല്ലാത്തത്? പവിത്ര നെല്ലാണ്. പവിത്ര, ഹ്രസ്വ ഇതൊക്കെ നെല്ലാണ്. അനാമികയും അർക്കയും എന്താണ്? അനാമിക, സൽകീർത്തി ഇതൊക്കെ എന്താണ്? വെണ്ടക്കയുടെ ഇനമാണ് കേട്ടോ. ഇതൊക്കെ വെണ്ടക്കയുടെ ഇനങ്ങളാണ്, അനാമിക, അർക്ക എന്നൊക്കെ. അപ്പൊ ആൻസർ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? 2ഉം 4ഉം വരണ ഓപ്ഷൻ അല്ലേ? യെസ്, എ ആണ്. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോസയാനിൻ. ചുവപ്പ് നിറമാണെങ്കിൽ ആന്തോസയാനിൻ, പച്ച നിറമാണെങ്കിൽ ക്ലോറോഫിൽ, ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. ഓക്കെ. ഇനി എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? സൂപ്പർ ബഗ് ബാക്ടീരിയ വികസിച്ചത് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984 അല്ലേ? അതെ, സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. എന്നിട്ട് 1985 നമ്മുടെ രാജീവ് ഗാന്ധിയാണ് അത് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി. ഇന്നലത്തെ നമ്മുടെ ചാലഞ്ചിൽ ഞാൻ പറഞ്ഞതാണ്. എന്താണ് ഐസോടോപ്പ്? നമ്മൾ പറഞ്ഞു ടോപ്പ്, ഒരേ അറ്റോമിക നമ്പർ അല്ലേ? നമ്മൾ ഇന്നലെ ക്ലാസ് പഠിച്ചവർക്ക് പെട്ടെന്ന് എഴുതാം. എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക നമ്പർ. എന്താണ്? ഒരേ അറ്റോമിക നമ്പർ. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് മക്കളെ? വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും അല്ലേ? വ്യത്യസ്ത മാസ് നമ്പർ. അറ്റോമിക നമ്പർ എപ്പോഴും എഴുതുന്നത് എവിടേക്ക്? ഇപ്പൊ സി ആണെങ്കിൽ അറ്റോമിക നമ്പർ ഇവിടെ ആയിരിക്കും എഴുതുക. അറ്റോമിക നമ്പർ ഏതാണ്? സെഡ് ആണ് അല്ലേ? മാസ് നമ്പർ ഏതാണ്? എ എന്നത് മാസ് നമ്പർ മേലെയായിരിക്കും, താഴെ ഏതായിരിക്കും? അറ്റോമിക നമ്പർ. അപ്പൊ ഒരേ അറ്റോമിക നമ്പർ, താഴെ ഒരേ നമ്പർ വരുന്നത് ഏതാ നോക്കുക? ഇതാണ് അല്ലേ? ഇവിടെ ഓപ്ഷൻ നമ്മൾ കൊടുത്തത് തന്നെ വന്നിട്ടുണ്ട്. ഏതാണ്? കണ്ട, ഒരേ അറ്റോമിക നമ്പർ 6, വ്യത്യസ്ത മാസ് നമ്പർ 12, 14. ആൻസർ ഈസ് സി. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രതാ മാർഗം ഏതാണ്? അയിരിനേക്കാൾ അപദ്രവ്യങ്ങൾക്ക് എന്താണ് സാന്ദ്രത അല്ലെ? ഡെൻസിറ്റി കുറവാകുമ്പോൾ ഏത് സാന്ദ്രണ മാർഗമാണ് ഉപയോഗിക്കുക? ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകി എടുക്കലാണ്. റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം. റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ലാന്തനോയിഡുകളാണ്. ഏതാണ്? ലാന്തനോയിഡുകളാണ്. റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ലാന്തനോയിഡ്. ഘനജലത്തിന്റെ രാസസൂത്രം. ഘനജലം എന്താ? ഡ്യൂട്ടീരിയം ഡൈഓക്സൈഡ്, അങ്ങനെയല്ലേ പറയാ? ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഡൈഓക്സൈഡ്. അതേതാ? ഇവിടെ ഉണ്ട്. 74ാമത്തെ ആൻസർ ഈസ് സി ആണ്. ഇതാണ് ഡ്യൂട്ടീരിയം ഡൈഓക്സൈഡ്. ക്ലോറോംഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോംഫെനിക്കോൾ ഏതാണ്? ഇവിടെ PSC ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്, അതിവിടെ കേട്ടോ. നെക്സ്റ്റ്, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതി. ആൻസർ ഈസ് സംവഹനമാണ്. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ്. കഴിഞ്ഞ നമ്മൾ ചാലഞ്ചിൽ, നമ്മളിപ്പോ 30 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചാലഞ്ചിൽ നമ്മൾ പറഞ്ഞതാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം? മണ്ണെണ്ണയാണ്. കാറ്റ്, തിരമാല, സൗരോർജം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ. ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ. സൂര്യന്റെ ആദിത്യ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത മറ്റൊരു
മായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഏതാണ്? അപവർത്തനമാണ് കേട്ടോ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കും? അപവർത്തനം. ആ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് അപവർത്തനം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം. ഒരു വസ്തു ഒരു പമ്പരം കറക്കുമ്പോൾ അതെന്ത് ചെയ്യും? അതിന്റെ ആ ആണി എന്ത് ചെയ്യും? അതിന്റെ അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചലിക്കുന്നത് അല്ലെ? അതെന്താണ്? ഭ്രമണമാണ് അല്ലെ? ഭ്രമണ ചലനത്തിന് ഉദാഹരണമാണ് ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ഭ്രമണമാണ്. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഈ 80 ക്വസ്റ്റ്യനില് ഏകദേശം എത്ര ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ഉണ്ടാവും? 70 ക്വസ്റ്റ്യനോളം റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ 23 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചില്ലേ? ആ 23 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 70 ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റാൻ പാടില്ല. ഞാൻ കൂടെ അതിന്റെ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് അതിന്റെ കൂടെ പറയുന്ന പോയിന്റുകൾ എല്ലാം ആഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് അംഗമാവുക കേട്ടോ. താങ്ക്